കുളമ്പ് മാവും തൈ കേട്ടോ. നമ്മളൊരു 10 ദിവസം ഓഫറാണ്. എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? അത് ഏതാണ്ട് ഒരു 10 അടിയില്ലേ, ഏതാണ്ട് ഒരു 10ന്റെ അടുത്തുണ്ടാവും. മലപ്പുറം ജില്ലയിലെ മഞ്ചേരി നിലമ്പൂർ റൂട്ടിലുള്ള എടവണ്ണ മുണ്ടേങ്ങര കാർഷിക നഴ്സറിയിലാണ് ഇന്ന് നമ്മളുടെ കേട്ടോ. ഒരു അടിപൊളി അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം നമ്മളെ കാണുന്ന വ്യൂവേഴ്സിൽ മെജോറിറ്റിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ, അതിന് കൂടെ തന്നെ എടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. ഈ ഒരു വീഡിയോയെ കുറിച്ചും അതേപോലെ നമ്മുടെ ചാനലിലുള്ള വീഡിയോസിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാക്സിമം ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ വീണ്ടും എത്തിക്കും. നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോ ഒക്കെ പ്ലാന്റുകൾ എടുക്കാൻ പ്ലാനിങ് ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ പേര് ബഷീറാണ്. മലപ്പുറം ജില്ല മുണ്ടേങ്ങര കാർഷിക നഴ്സറി, മഞ്ചേരി നിലമ്പൂർ റോഡ്, എടവണ്ണക്ക് അടുത്ത് മുണ്ടേങ്ങര എന്ന് പറയും. മലപ്പുറം ജില്ലയിൽ നിന്ന് മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂർ റോഡ്, അത് എടവണ്ണ ലേശം 1 കിലോമീറ്ററിൻ്റെ പോയിന്റ് ഉണ്ട്. ഒതയ റോഡാണ് മുണ്ടേങ്ങര എന്ന് പറയും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഓഫറിൽ തന്നെ തുടങ്ങാം. കഴിഞ്ഞ ഓഫർ നമ്മൾ മൽഗോവ പ്ലാന്റ് ഇട്ടിരുന്നു. അതെ, വലിയ മൽഗോവന്റെ പ്ലാന്റ് ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ ഓഫറിന്റെ അവസ്ഥ മുതൽ നമുക്ക് ഏതാണ്ടൊക്കെ തീർന്നിട്ടുണ്ട്. അതിനിപ്പോ വരാണ്ട് പ്ലാന്റുകൾ വരാനുണ്ട്, മൽഗോവ വരാനുണ്ട്. ഓക്കെ, ഈ പ്രാവശ്യം നമുക്ക് മാവിൽ എന്തെങ്കിലും ഓഫർ കൊടുത്തൂടെ? നമുക്ക് കുളമ്പ് കൊടുക്കാം. ഈ പ്രാവശ്യം കുളമ്പ് കൊടുക്കാം. ഓക്കെ, നമുക്ക് അതിന്റെ കൂടെ തന്നെ ഇവിടുത്തെ കളക്ഷൻ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. ഇത് നാംടോക്കുമായി ഒരു തലപ്പം തന്നെ നമുക്ക് തുടങ്ങാം. ഇത് ഡ്രമ്മിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ നമ്മൾ ചോദിക്കുന്ന റേറ്റ്? വലുപ്പത്തിനനുസരിച്ചാണ് 2000 മുതൽ അങ്ങനെ. ഓക്കെ, ഈ പൂ പിടിച്ച് നിൽക്കുന്ന ഇത് ഏതാ പ്ലാന്റ് വരുന്നത്? ഇത് കാട്ടിമൂണ്. മാങ്ങലൊക്കെ അങ്ങനെ ഓരോരുത്തർ കൊണ്ടുപോകണം. പൂവല്ല കേട്ടോ, കായ് പിടിച്ചിരിക്കുന്നത് തന്നെ അങ്ങനെ പറയാം. മാങ്ങയോട് കൂടിയിട്ടുള്ള ഈ പ്ലാന്റ് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? 2500 കൊടുക്കാം അല്ലേ? ഇത് ഓക്കെ. പിന്നെ തൊട്ടടുത്തേക്ക് വരുമ്പോ ഏതൊക്കെയാ? കാട്ടിമൂണ് തന്നെയാണ്. ഓക്കെ, മൽഗോവ ഈ പ്രാവശ്യം നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? മൽഗോവ നമുക്ക് 800 കൊടുക്കാം. ഓഫർ പറഞ്ഞതിന് 700 നമുക്ക് 800 കൊടുക്കാം. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡെലിവറിന്റെ കാര്യം. എന്താ ഡെലിവറി പറയണ്ടേ? ഡെലിവറി ഇപ്പൊ നമുക്ക് സ്റ്റാഫ് ഇല്ലാത്തതിന്റെ കാരണത്താൽ നമ്മൾ കൊടുക്കണില്ല, പൈസ കൊടുക്കണില്ല. നമുക്കിപ്പോൾ സ്റ്റാഫിനെ കിട്ടിയാൽ നമ്മൾ തുടരും. അതായത് നല്ലൊരു സ്റ്റാഫ്, പ്ലാന്റുകളെ കുറിച്ച് കുറച്ച് അറിയാനും മൊബൈൽ ഉപയോഗിക്കാനും ഡ്രൈവിംഗ് അറിയുന്ന ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ? അല്ല, നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കും. അപ്പൊ അവര് കുറച്ച് ലോങ് ആണെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം കൊടുത്തൂടെ? നമ്മൾ ചെയ്തു കൊടുക്കും. എന്താണ് നമ്മൾ പറയുന്ന സാലറി സ്കെയിൽ എങ്ങനെയാണ്? സാലറി നമുക്ക് 600 റുപ്യക്ക് കൊടുക്കാം, ബാക്കിയൊക്കെ കമ്മീഷൻ വർക്കായിട്ടും കൊടുക്കാം. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിൽക്കാൻ്റെ നമ്പർ ഞാൻ ഡിസ്പ്ലേയിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ പിന്നെ വേറെ ഏതൊക്കെ പ്ലാന്റുകള്? വേറെ ഇത് മരമുന്തിരിയാണ്. മരമുന്തിരിയിൽ നല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണുള്ളത്. ഓക്കെ. ഇതൊക്കെ ഒരു ടൈം കഴിഞ്ഞാൽ ഫുൾ ആൾ സീസൺ ആണ് കേട്ടോ, കാരണം ഫുൾ ടൈം കിട്ടും. അപ്പൊ ഇതൊക്കെ എത്രയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക? ഇത് വലിയ പ്ലാന്റ് ആണ്. അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. 10-12 റുപ്യ റേറ്റ് വരും. ഓക്കെ, ഇത് ഏതാ വെറൈറ്റി വരുന്നത്? റെഡ് ഹൈബ്രിഡ് ആണ് വരുന്നത് അല്ലേ? പിന്നെ ഏതാ നമുക്ക് കൊടുക്കാനുള്ള അടുത്ത ഒരു അടിപൊളി ബുഷി ആയിട്ടിരിക്കുന്നത്? ഏതാ മാവ്? നാംടോക്കിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ടല്ലേ? അപ്പുറത്താണ് ഒരുപാട് ഐറ്റം ഉണ്ട്. നമുക്ക് ഇതാക്കണേ മിൽക്ക് ഫ്രൂട്ട്, വലിയ വലിയ പ്ലാന്റുകള്. മിൽക്ക് ഫ്രൂട്ട് അതിന്റെ ഉള്ളിലാണ് കേട്ടോ. മിൽക്ക് ഫ്രൂട്ട് കഴിഞ്ഞ പ്രാവശ്യം പൂവിട്ട പ്ലാന്റ് അതൊക്കെ പോയല്ലേ? ഇത് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇത് 2500. 2500 കൊടുക്കാമല്ലോ, എത്രയും വലിയ പ്ലാന്റ്. പ്രാവശ്യം കായൊക്കെ വിയറ്റ്നാം സൂപ്പർ ആർലി അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ്. പ്ലാന്റ് ആണ് ഇത്. 100 പ്ലാന്റ് നമ്മൾ ഒന്നായിട്ട് ഇറക്കിയതാണ്. നമ്മൾ കഴിഞ്ഞ പാർട്ടിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇത് കഴിഞ്ഞു. ഇനി 10-12 പീസ് ഉള്ളൂ. ഇനി വരാണ്ട് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് ഇപ്പൊ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? 800 രൂപയ്ക്ക് കൊടുക്കാം. 800 രൂപയ്ക്ക് കൊടുക്കല്ലേ? കായ് വന്നിന് പീസ് പ്ലാന്റുകൾ ആൾക്കാർ അങ്ങനെ തെരഞ്ഞു കൊണ്ടുപോയത്. ഇവിടെ J33 ഇരിക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളെ NIT റംബൂട്ടാൻ ഇരിക്കുന്നുണ്ട്. നമ്മളെന്താ വില പറയാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വില പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. തൈകളല്ലേ ഇത് E35 ഹോം ഗ്രൗണ്ട് ആണല്ലോ ഇതൊക്കെ വരുന്നത്. ഇത് ഏതാ മാവ് വരുന്നത്? നാംടോക്കുമൈ തന്നെയാണല്ലേ? ഇതിലങ്ങനെ പോയാൽ കാണാൻ കാട്ടിമൂണൊക്കെ ഉണ്ട്. ഇങ്ങനെ പോന്നാ മതി. നാംടോക്കുമൈന്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ തുടങ്ങിയാണല്ലോ. ഓക്കെ, ഇതിപ്പോ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും? ഈ ഒരു പ്ലാന്റ് ഒക്കെ പൂവിടൽ തുടങ്ങിയ അത് നമുക്ക് 2000 റുപ്യ കൊടുക്കാം. 2000 റുപ്യ കൊടുക്കാം. വലിയ പ്ലാന്റുകളാട്ടോ, നല്ല ഒന്നും കൂടെ എടുത്തേക്ക് നല്ല വലിപ്പം കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അല്ലേ?
ഈ ഒരു ഐറ്റം ഉള്ളതല്ലേ 2000 രൂപയ്ക്ക് 2000 റുപ്യക്ക് ഇപ്പോൾ ഓഫറായിട്ടാണ് ആ കൊടുക്കണത് കേട്ടോ. ഓക്കെ ഓക്കെ. അതിന് കാട്ടിമൂണുണ്ട് ഇവിടെ ഇഷ്ടംമാതിരി. ഇതാണുള്ളൂ, ക്ലിയർ ആണുള്ളൂ. ഈ ഒരു ഭാഗത്തല്ലേ? ഇത് ഫുള്ള് കാട്ടിമൂണാണ്. ഒക്കെ ബെഡാണ് കേട്ടോ, അപ്രോച്ച് അല്ല. ഒക്കെ ബെഡാണ് വരുന്നത്, ബെഡാണ്, അപ്രോച്ച് അല്ല. ഒക്കെ സെയിം റേറ്റ് തന്നെയാണോ? അല്ല 800 രൂപ. 800 രൂപ വരുന്നുള്ളൂ അല്ലേ? നമ്മുടെ ലോങ്കൻസ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഏതാണ്ട് 800 രൂപ മുതലാണ് ലോങ്കൻ തൈകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിതാ കായോട് കൂടിയത് മുതൽ കഴിഞ്ഞതാണ് കാണാൻ സാധിക്കുന്നുണ്ട്. ഉണ്ടല്ലോ, അത്യാവശ്യം ക്വാണ്ടിറ്റി. ഇവിടെ ബോഗൻവില്ല പുതിയത് വന്നാണത്. ബോഗൻവില്ലയിലെ ഏറ്റവും മുന്തിയ ഐറ്റാണത്. ഇതിനൊക്കെ എങ്ങനെ റേറ്റ്? ഫ്ലെയിം റെഡ് കറി അങ്ങനെ അടുത്ത് നോക്കിയാണ് ഏറ്റവും ചോർക്കില്ല. ഇതാണ്. ഇതെങ്ങനെ റേറ്റ് വരുന്നത്? 600 രൂപ. ലോകൻ്റെ വലിയ വലിയ തൈകളുണ്ട് കേട്ടോ. 4 സീസണ്, വൈറ്റ് എല്ലാം ഉണ്ട്. ഇതുപോലെ ഒക്കെ കായ് ഉണ്ടായിരുന്നതാണ്, കായ് കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ വരാനുണ്ടാവും. പുറത്തന്നെ കായാവും. വലിയ വലിയ തൈകളാണ്, വലിയ വലിയ ഇൻഡർസിമംഗള കവുങ്ങും തൈ കേട്ടോ. നമുക്ക് കവുങ്ങും തൈൻ്റെ പ്രത്യേകതകൾ കൂടി പറഞ്ഞുതരുമോ? എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്? 2-3 വർഷം കൊണ്ട് കായാവും. അതിൻ്റെ ചെറുതാണിത് ഇൻഡർസിമംഗള. ഇതാണെങ്കിൽ മോഹിന്ദ് നഗർ. നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റിയ കവുങ്ങും തൈ ഏതാ? നല്ല കാസർഗോഡ് തന്നെയാണ്. നല്ല കാസർഗോഡ്. ഈ കാസർഗോഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ വെള്ളത്തിന്റെ അളവും കുറവ് പോരെ അല്ലേ? പക്ഷെ ഇത് നമുക്ക് പാട ഏരിയയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് പൊന്തിച്ചോളം പാടത്ത് തന്നെയാണ് ഇതൊക്കെ വെക്കണേ. പാടത്തൊക്കെ വെക്കണ്ട, ഇഷ്ടംമാതിരി വെക്കണ്ട. തറ പൊന്തിച്ച് കെട്ടേണ്ടി വരും അല്ലേ? ഏതാണ് കാസർഗോഡ് വരുന്നത്? കാസർഗോഡ്. ഇതൊക്കെ കാസർഗോഡാണല്ലോ വരുന്നത് അല്ലേ? എത്ര വർഷം കൊണ്ട് നമുക്ക് റിസൾട്ട്? കാസർഗോഡാണെങ്കിൽ 4 വർഷമാവും. ഇത് വട്ടർ കേട്ടോ. നമ്മളെ നാട്ടിൽ അവക്കാഡോ എന്ന് പറയുന്ന തൈയാണ്. നമ്മളെ ട്രോപ്പിക്കൽ അവക്കാഡോ അല്ലേ? ട്രോപ്പിക്കൽ നമ്മളെ നാട്ടിൽ തന്നെ ബഡ് ചെയ്തതാണ്. ഇതെങ്ങനെ റേറ്റ് ഒക്കെ? റേറ്റ് ചെറുത് 250 മുതൽ അങ്ങനെ വരും. ഓക്കെ. ഇപ്പൊ ഈ കാണുന്ന സൈസ് ഒക്കെ എത്ര? ഇത് 350 റുപ്യ വരും. വലിയ കവറിലായ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര സമയം കൊണ്ട് റിസൾട്ട്? 3 വർഷമാണ്. 3 വർഷം കൊണ്ട് കിട്ടില്ല. കുളമ്പ് മാവും തൈ കേട്ടോ. നമ്മളൊരു 10 ദിവസത്തെ ഓഫറാണ്. എത്രയ്ക്ക് കൊടുക്കാൻ പറ്റിയ? അത് ഏതാണ്ട് ഒരു 10 അടിയില്ലേ? ഏതാണ്ട് ഒരു 10ന്റെ അടുത്തുണ്ടാവും. അതെ, നമുക്കൊരു 700 റുപ്യ കേട്ടോ, 10 ദിവസത്തെ ഒരു ഓഫർ. അത് വീഡിയോ വന്ന് 10 ദിവസം നമ്മൾ കൊടുക്കും. ഈ ഒരു ഭാഗത്തൊക്കെ നാംഡുബൈന്റെ നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ട്. കുളമ്പ്, കാലാപ്പാടി, അതിൻ്റെ ഉള്ളിലൊക്കെ കാലാപ്പാടി ഇതൊക്കെയാണ് ഈ ഒരു ഐറ്റ്. നമ്മൾ എത്രയ്ക്കോ കൊടുക്കാൻ പറ്റും ഇതൊക്കെ? ഒക്കെ നമ്മളൊരു 3000 റുപ്യക്ക് ആ റേഞ്ചിലൊക്കെ മാക്സിമം വലിപ്പമുള്ള അത്രേ പോകുള്ളല്ലേ. റംബൂട്ടാൻ തൈകളുണ്ട്, പ്ലാവുകളുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ പ്ലാവിന്റെ നല്ലൊരു കളക്ഷൻ. പ്ലാവ് ഏതൊക്കെയുള്ളത്? J33 ഒക്കെ ഉണ്ടല്ലേ? ഈ ഒരു ഐറ്റങ്ങളിലൊക്കെ 800 ആ റേഞ്ചൊക്കെ വരുള്ളൂ. 800 റേഞ്ച്. പിന്നെ ഹോംഗ്രോന്റെ ഇതാക്കണ വിയറ്റ്നാം സൂപ്പർ. അതെങ്ങനെ റേറ്റ് വരുന്നത്? മാങ്ങാണെങ്കിൽ ഇത് കണ്ടോളെ. ഇതേതാ റേറ്റ്? അത് മറ്റേതാണ് ആപ്പിൾ റുമാനിയ അല്ലേ? ഈ ഒരു പ്ലാന്റ് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? നമ്മള് കിട്ടണീന് കൊടുക്കും. നമ്മള് ചെറുമട്ടത്തിലാണ്ട് കൊടുക്കല്ലേ? കാരണം ഫുള്ളായിട്ട് റേറ്റ് പറയാത്ത അനുസരിച്ചാണ്ട് ചെറുമട്ടത്തിലൊക്കെ ഒരു ഡിസ്കൗണ്ട് ഒക്കെ ഇട്ടിട്ടാണ്ട് കൊടുക്കൂട്ടോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തായാലും ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവില്ലേ? എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഹോം ഗ്രൗണ്ട് പ്ലാന്റ് ആണ്. ഹോം ഗ്രൗണ്ട് പ്ലാന്റ് ആണ്. 300 റുപ്യാണ് റേറ്റ് വരും. ഓക്കെ ഓക്കെ. 300 രൂപയിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ നമ്മളെ ഞാവലുണ്ട്, വൈറ്റ് ഞാവൽ ഇരിക്കണ്ടല്ലോ ബഷീർക്ക? ഇതൊക്കെ ഈ തൈക്കൊക്കെ എങ്ങനെ? അതൊക്കെ 200 രൂപ ആ റേറ്റ് വരുള്ളൂ അല്ലേ? ഇതൊക്കെ 1 വർഷം കൊണ്ട് റിസൾട്ടും കിട്ടും. ഓക്കെ. ഇവിടെ റംബൂട്ടാൻ നമ്മൾ ചെറുതൈകൾ കണ്ടു, വലിയ തൈകൾ റംബൂട്ടാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ 35 ഇരിക്കുന്നുണ്ട്. എല്ലോ ഇത് നല്ലൊരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ. അത് കുരുമൊട്ടി പിടിക്കാത്തൊരു വെറൈറ്റിയും കൂടിയാണ്. റംബൂട്ടാൻ തന്നെയാണ് ഈ ഭാഗത്തൊക്കെ നല്ല കളക്ഷൻസ് ആയിട്ട് ഇരിക്കുന്നല്ലേ? വലുതിന്റെ ഒരു ലോകം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മാവിന്റെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു മാവന് അബിയും ഉണ്ടല്ലോ ഇവിടെ. അതാണ് കായ്ച്ചിട്ടില്ല. ഇപ്രാവശ്യം നമ്മൾ കായ്ച്ചത് നമ്മളെ കയ്യിലില്ല. കാഴ്ചയൊക്കെ കഴിഞ്ഞില്ല, നിങ്ങൾ കണ്ടില്ല? നമ്മളന്ന് കഴിഞ്ഞ വീഡിയോയിൽ അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഒറ്റൊന്നും ഇനിയിപ്പോ ഒക്കെ കായ പിടിച്ചു വന്നിട്ടാണല്ലേ? ഇത് പൂവിട്ടതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എങ്ങനെ ഈ ഒരു ഐറ്റ്? 1500. ബഷീർക്ക് ഒന്ന് എടുത്തിരിക്കുന്നതാണ്. അതിന്റെ വലിപ്പം ഒന്ന് കാണിച്ചു കൊടുക്കാനാ. നല്ല ഐറ്റ് ഉണ്ട് കേട്ടോ. 1500 കേട്ടോ അതിന്റെയൊക്കെ റേറ്റ്. അടിപൊളി പുലാസ ഇരിക്കുന്നുണ്ട്. എങ്ങനെ പുലാസന്റെ റേറ്റ് ഒക്കെ? വലിയ തൈകളാട്ടോ, നല്ല മൂപ്പായത് 1500 രൂപ. 1500 വരുന്നുള്ളല്ലേ? നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു പ്ലാന്റേഷൻ ചെയ്താണ്. ഒരുപാട് തൈകളുണ്ട്, 10-60 തൈകളുണ്ട്. ഇതിപ്പം ഡെങ്സൂരിയാണ് പ്ലാവ്. നമ്മളൊരു വർഷമായിട്ടില്ല.
ഇതിന്റെ വലുപ്പവും ഇതിന്റെ ഗ്രോത്തൊക്കെ കണ്ടില്ലേ? ബുഷിയായിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല തൈകളാണ്. നല്ല ഇതിന് നമ്മൾ എന്താ വളമൊക്കെ കൊടുത്തിട്ടുള്ളത്? വളം തന്നെയാണ് നമ്മളെ എല്ലുപൊടി, വേപ്പമുണ്ണാക്ക്, ചാണകപ്പൊടിയൊക്കെ തന്നെയാണ് കൊടുക്കല്. അതന്നെ കൊടുത്താൽ തന്നെ ഈ ഒരു ഗ്രോത്ത് കിട്ടുന്നുണ്ടല്ലേ? ഗ്രോത്ത് വരും. ഒരു വർഷം ആയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? വർഷമായിട്ടില്ല, തേച്ചായിട്ടില്ല. ഓക്കെ, ഇത് മാത്രല്ല കേട്ടോ, ഈ ഒരു ഭാഗത്തേക്ക് തന്നെ മാവുണ്ട്, പേരകളുണ്ട്, റംബൂട്ടാനുണ്ട്, അങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി തോട്ടം തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഒരു 2 വർഷം കഴിയുമ്പോഴേക്കും ഇതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മാറി വരും. കാരണം ആ ഒരു രീതിയിലാണ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത്. ബഷീർക്ക്, നമ്മൾ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം, നമുക്ക് പ്ലാവുകളൊക്കെ എത്ര ഗ്യാപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ ഒരു 20 അടി ഗ്യാപ്പിലാണ് ചെയ്തത്. 20 അടി ഗ്യാപ്പിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അത് അല്ലാതെ ഇടവേളയായിട്ടാണോ ഈ റംബൂട്ടാൻ ചെയ്തിട്ടുള്ളത്? ഒക്കെ അതേ ഗ്യാപ്പിൽ തന്നെയാണ്, എല്ലാം ഒരേ ഗ്യാപ്പിൽ 20 അടിയിൽ വിട്ടിക്കാണ്ടാണ് വെച്ചത് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ വെറൈറ്റി പ്ലാവുകൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി? ഇത് J33 അറിയും. ഓക്കെ, മറ്റത് അതും J33. അത് നമ്മൾ ഡെങ്സൂര് പറഞ്ഞു. ഇത് വിയറ്റ്നാമാണ്. ചക്ക പൊട്ടൽ തുടങ്ങി, 1 വർഷമായിട്ടില്ല. ചക്ക പൊട്ടൽ തുടങ്ങി. ഇത് നമ്മളെ NIT റംബൂട്ടാന്. പേരുണ്ടല്ലോ, പേര് ലെയർ ചെയ്യൽ തുടങ്ങിയിരിക്കുന്നു ഇതില്. അത് ജപ്പാൻ പേരാണ്. ഇതൊക്കെ 1 വർഷമായിട്ടില്ല വെച്ചിട്ട്. ഒക്കെ കായ് പറിച്ചതാണ്. നല്ല ഓരോ ഐറ്റം തൈകളും ഒരുവിധം എല്ലാതരം. റംബൂട്ടാന്റെ എത്ര വെറൈറ്റീസ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്? 2 ഐറ്റം ഉള്ളൂ. ഈ 35ഉം NIT. അത് 2 ചെയ്തിട്ടുള്ളൂ അല്ലേ? ഈ 35 പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യെല്ലോ വെറൈറ്റി അല്ലേ? അതെ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മളെ ജബോട്ടി ക്യാബൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പറിച്ച് കഴിഞ്ഞല്ലേ? നമ്മൾ സത്യം പറഞ്ഞാൽ കുറച്ച് എത്താൻ വഴുകി പോയിട്ടോ. മാവിന്റെ വെറൈറ്റീസ് ഒക്കെ ഈ ഭാഗത്തേക്ക് ചെയ്തിട്ടുണ്ട്. മട്ടോമ നിൽക്കുന്നുണ്ടല്ലോ, ഏതാ വെറൈറ്റി? മട്ടോന്റെ പർപ്പിളാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇതൊക്കെ കായുണ്ട്. ജമ്പട്ടിക്കൊക്കെ പറിച്ച് കഴിഞ്ഞ ജബോട്ടിക്കാവ് ഇതുമ്പോ കായോട് കൂടിയിട്ടുള്ളതുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ പച്ച നിൽക്കുന്നുണ്ട്. മലയാളിപ്പോ വന്നതിന് ശേഷം പറിച്ചതാണ്. ഓക്കെ, ഇവര് വീട് ഇവിടെ പണി നടക്കുന്നുള്ളൂ അല്ലേ? ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ചെടികളൊക്കെ വെക്കാണ്ട്. സ്ട്രോബെറി പേര നല്ലൊരു വെറൈറ്റി ആണല്ലേ? നല്ല വെറൈറ്റിയാ. മറ്റേ നമ്മുടെ ശർക്കര പഴം നിലത്ത് വെച്ചിട്ടുണ്ടല്ലേ? അതെ. ഒലോസോപ്പോ, മൽഗോവ, കാട്ടിമൂണ്, കൊളംബ്, പേരക്കൈമ ആയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് അബിയുണ്ട്. അബിയു കായ്ച്ചിരുന്നു എന്നല്ല പറഞ്ഞത്? കായ്ച്ചത് പറിച്ചു എന്നല്ല പറഞ്ഞത്? 10-15 കായ് പറിച്ചു പോയി ഇപ്പൊ. ഓക്കെ. അപ്പൊ നമ്മളെ ബഷീർ ഖാന്റെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെയും ബൈ.